നമസ്കാരം. ഇന്നൊരു പ്രതിഭാ സംഗമത്തിന് വേദി ഒരുക്കിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എക്കാലത്തെയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാട്. അന്തിക്കാട് ഒരു സ്ഥല നാമം മാത്രമല്ല, മലയാള സിനിമയുടെ ഭൂപടം കൂടിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അമേരിക്കയിൽ നിന്നും അരിസോണ എന്ന സംസ്ഥാനത്ത് നിന്നും ഒരു യുവ ഗായകൻ ഇവിടെ തൃശ്ശൂർ സന്ദർശിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. നവനീത് ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. ഈ യുവ പ്രതിഭ നമ്മുടെ ദേവരാജൻ മാഷിന്റെ ഒരു പുനർജന്മമാണോ എന്ന് പോലും പലരും സംശയിക്കും. എനിക്ക് തോന്നുന്നില്ല ദേവരാജൻ മാഷെ ആവാഹിച്ചെടുത്ത് ഒരു വ്യക്തിയും യുവ തലമുറയിലും പുതിയ തലമുറയിലും പഴയ തലമുറയിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇന്നലെ ദേവരാജൻ മാഷിന്റെ മകളുടെ സാന്നിധ്യത്തിൽ ഒരു ഗാനസന്ധ്യ ഷർമിള ഇവിടെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലാണ് ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ദേവരാജൻ മാഷിന്റെ സംഗീതം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ്. ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എപ്പോഴും നെഞ്ചോട് നെഞ്ച് ചേർക്കും. നമ്മളെല്ലാവരും സാഹിത്യത്തിലും സംഗീതത്തിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്, കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യവും ആ ജീവിതവും. അതുപോലെ തന്നെ ദേവരാജൻ മാഷിന്റെ സംഗീതം അതിൻ്റെ ഉൾക്കാമ്പ് അറിഞ്ഞുകൊണ്ട് ആ ഒരു നമ്മളൊക്കെ പറയില്ലേ, നമ്മൾ ഈ ഹൃദയത്തിൽ സ്വാംശീകരിക്കുക എന്നൊക്കെ പറയുന്നത്, അതുപോലൊരു യുവ പ്രതിഭ മഹാപ്രതിഭയുമായി ഒന്ന് സംഗമിക്കുന്നു, പരസ്പരം ചർച്ച ചെയ്യുന്നു. നവനീതിൽ നിന്ന് തുടങ്ങാം. ദേവരാജൻ മാഷിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു 2 ലൈൻ പാടിക്കൊണ്ട് നമുക്ക് സത്യേട്ടനുമായിട്ട് സംവദിക്കാം. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി. ഇന്നലെ വേറെ വലിയ സംഭവം കൊണ്ടുണ്ടായി. ദേവരാജൻ മാഷിന്റെ വെബ്സൈറ്റ് ഒഫീഷ്യലായിട്ട് ഇന്നലെ നമ്മുടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ സാന്നിധ്യത്തിൽ ഷർമിള ദേവരാജനും കൂടാതെ തന്നെ അവരുടെ മകനും ഉണ്ടായിരുന്നു. പാട്ട് നേരിട്ട് കേട്ടത് ഇപ്പോഴാണ്. പക്ഷെ ഇത് കുറച്ചാൾ മുമ്പ് യൂട്യൂബില് ഇങ്ങനൊരു കുട്ടി പാടുന്നതായിട്ട് എനിക്കൊരു മ്യൂസിക്കിനോട് ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഒന്ന് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ ജീവിച്ച് വളർന്ന ഒരു മലയാളം സംസാരിക്കില്ല, ഇത്രയും വ്യക്തമായിട്ട്, അതായത് ഇപ്പൊ ഈ ചക്രവർത്തിനെ പാടുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള അതെല്ലാം അതേപോലെ തന്നെ ഹൃദയസ്ഥമാക്കി ഒരു ഉപ്പുകടലാസ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒപ്പിയെടുത്തിട്ട് പ്രസന്റ് ചെയ്ത് അന്ന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാനത് ശ്രീനിവാസനും മോഹൻലാലും അടക്കം കംപ്ലീറ്റ് കുറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അത് നിങ്ങളെനിക്കറിയില്ല. പിന്നീടാണ് കരിയമ്പൂരി പറഞ്ഞത് എനിക്ക് അറിയാവുന്ന ഒരു പയ്യനാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരിക്കൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന, അതായത് കണ്ട് അഭിനന്ദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമിക്കുക എന്നുള്ളത് വേറെ ഒന്നുമില്ല. കാര്യം ഈ സിദ്ധി എന്ന് പറയുന്നതിന് പ്രായ വ്യത്യാസമില്ല, മനസ്സിലായില്ലേ. ഇപ്പോൾ നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാള് നമ്മളൊക്കെ വളരെ ചെറുതാണെങ്കിലും ഇപ്പൊ പി കുഞ്ഞിരാമൻ നായരൊക്കെ അവരുടെ കാലത്തിൽ നമസ്കരിക്കുന്നവരെ, അവരുടെ കലയെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവനീത് ഇത്ര ചെറിയ കുട്ടിയാണെങ്കിലും നവനീതിന്റെ ഒരു കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് ഈശ്വരനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. പിന്നെ ദേവരാജൻ മാഷ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും ഗുരുനാഥനാണ്. ഈ ഇളയരാജ അടക്കം പറയുന്നത് എപ്പോഴും ദേവരാജൻ മാഷെ പറ്റിയിട്ടാണ് പറയാം. ജോൺസൺ ആയാലും രവീന്ദ്രനായാലും ഒക്കെ. അപ്പോൾ മാഷായിട്ടുള്ള ഒരു വളരെ കൂടുതലായിട്ടുള്ള അടുപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഡയറക്ഷൻ തുടങ്ങുന്ന സമയത്ത് തൊട്ട് മാഷേക്കാളും പുതിയ തലമുറയിലെ ആളുകളായിട്ടാണ് ഞാൻ കൂടുതൽ ശ്യാമായിട്ടും
അല്ലെങ്കിൽ ജോൺസൺ, രവീന്ദ്രൻ, ലാസ്റ്റ് ഇളരാജയുണ്ട് ഒക്കെ. പക്ഷെ എന്ന് കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴും ദേവരാജ മാഷ് ഞങ്ങളുടെ സംസാരത്തിൽ വരാറില്ല. പക്ഷെ മാഷ് എനിക്ക് നല്ല പരിചയമുണ്ട്, മാഷായിട്ട് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാഷ് പണ്ട് ഞാൻ മാഷ് മ്യൂസിക് ചെയ്യുന്നൊരു പടത്തിൽ പാട്ട് എഴുതുന്നു ചിലരൊന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ പിന്നീട് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു മാഷക്ക് യൂസഫിൽ കഴിച്ച് കഴിയാൻ മതി മാഷ് പറഞ്ഞു. എനിക്ക് സമാധാനമായി. കാര്യം വെച്ചാൽ ഞാൻ എഴുതി കൊണ്ടു കൊടുത്തിട്ട് അത് വൃത്തിയേടാവണ്ടല്ലോ. പിന്നെ മാഷ് അവസാന കാലത്തൊക്കെ നമ്മൾ കാണുകയും ഒന്നാമത് വളരെ കൂടുതൽ ഇടപഴകുന്ന ഒരാളല്ലല്ലോ കൂടി. പക്ഷെ മാഷക്ക് മാഷുടേതായിട്ടുള്ളൊരു രീതിയും മാഷുടേതായിട്ടുള്ള ഹ്യൂമറും ഉണ്ട്. അതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് രവീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രവീന്ദ്രൻ മാസ്റ്റർ അടുത്ത് പാട്ട് പാടാൻ അവസരം ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ യേശുദാസാണ് പുള്ളിയുടെ പാട്ടുകളെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസരം അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം രവീന്ദ്രൻ ആദ്യമായിട്ട് മ്യൂസിക് പ്ലേ ചെയ്തു, മ്യൂസിക് ഡയറക്ടർ ആവാൻ പോകുന്നു. അപ്പോൾ അനുഗ്രഹം മേടിക്കാനായിട്ട് യേശുദാസിൻ്റെ അടുത്ത് പോയി, സോറി ദേവരായ മാഷ് പോയി. അപ്പോൾ ദേവരായ മാഷ് ചോദിച്ചു, നീ മ്യൂസിക് ഡയറക്ടർ ആവുന്നു, നല്ല കാര്യം, സന്തോഷത്തോട് പോയിട്ടുണ്ട്. ആരാണ് പാടുന്നത്? പറഞ്ഞു യേശുദാസാണ്. എല്ലാ പാട്ടും പാടുന്നത് യേശുദാസാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, ഒരു മ്യൂസിക് ഡയറക്ടർ ആദ്യം പ്രിഫർ ചെയ്യുന്നത് യേശുദാസാണ്. ഞാൻ നിനക്ക് എന്തുകൊണ്ട് ചാൻസ് തന്നില്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ല. എനിക്ക് ഭയങ്കര ക്ലിയർ ആക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ റെസ്പെക്ട് ഉള്ള ഒരാളാണ്. പക്ഷെ ഈ മലയാളം അറിയാതിരുന്നിട്ട് പോലും, അറിയാൻ മീൻസ് കേട്ടാൽ മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലായി. എന്നോട് സംസാരിക്കുന്നുണ്ട്. അതിലെ അക്ഷരങ്ങളൊക്കെ ഏറ്റവും അതിൽ മാഷ് വളരെ വളരെ പർട്ടിക്കുലറാണ്. പുള്ളിയുടെ വേർഡിങ്സ്, അക്ഷരസ്ഫുടത എന്ന് പറയുന്നത്, ആ അക്ഷരങ്ങളുടെ കൂടെ അർത്ഥം വിന്യസിപ്പിക്കുന്ന ഒരാളാണ് ദേവരായ മാഷ്. അത് ഇപ്പം നവനീത് ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്താണ് ദേവരാജ മാഷിൽ കണ്ടിരിക്കുന്ന വ്യത്യാസം? വാട്ട് ഇസ് ദ ഡിഫറൻസ് യു സോ ആൻഡ് യു ആർ സീയിങ് ഇൻ ഹിസ് മ്യൂസിക്? So like I think the way I said before, for me Devaraja Mash stands out compared to so many other different musicians within not just Indian film music but within Indian music and global music as a whole. And the main reason was, at least end up like just from my perspective, is what he was able to do for Malayalam music, right? Give importance to the lyrics itself and actually make sure that the raga, none of the essence is removed but the simplest forms of it. If you look at even Chakravartini, if you look at Kedar Ragam Nokumbur, sa ma ga pa ma pa da ni sa a a. He used it in so many other different songs as well, like Yendini Chilangagal, Yendini Kaivalagal, Yen Priya Innarigil Varilla Yengil. Kedar, if I were to speak about it from like a scientific basis, it's in Kalyan Tat of Hindustani music. There are so many different other similar ragas like Hamir, Gaud Sarang, and they have similar notes but the approaches are different. Kedar, you know, it's Kedar sa ma ga pa ma pa ma ma pa ma pa and ma glide on the Kedar and the sharikum aakana, from my understanding. And if you look at Endini Chilang, sa ma ga pa pa ma pa pa da ni da pa pa ma ma ga pa ma re sa arigla ma pa nin priya innarigil. And that same glide comes through in Shilpa Gopuram Turannu Pamada Pama. And Devaraja Mash used so many other different ragas, not just Kedar but Shuddha Danyasi, Mohanam he did in 60-65 songs, even Arabi he did in 10 to 15 songs. And Mohanam is a 5-note raga. It's known as a pentatonic scale in Western music, the major pentatonic scale. But to make 60 to 65 different compositions within that raga purely, even when so many different Carnatic composers like Tyagaraja Swamigal, Swadhi Tirunal, Purandara Das, if you combine all their compositions, it will equal that amount. But this was one man, one human being making all of this. Right? I mean, that was, and if you look at the variety of his compositions in different styles as well, not just in Mohanam, but in Darbai Kannada, he did Ullasa Putirigal Kannilaninyavale, same way he did Ilanni Poomanamulugi Varum Indriyangaliladu Padarunnu
പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം കവർന്ന ഗന്ധം. Excuse my Malayalam, I think I said some wrong Malayalam words there, but even like that. And if you look at Ullasa Putrigal, the chord, the way he arranges the different chords, or even in Sundari, 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 pam 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 pam, nintumbu kettita churudiyil. And even that opening guitar, if you look from a raga perspective of the Abhedi, the Bimpalasi, Sagama pani sa sa ni da pa ma ga re sa. And if you look at how Karanapriya, the original raga of Bimpalasi, or Abhedi is the Janya raga of Karanapriya. Karanapriya is known as the Dorian mode in Western music. And if you look at that song, sa ga sa ni pa ga re ma re ni re ma pa 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 ma 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 ma, just guitar strings with the C minor chord, right? So, and then in the same raga he did Indravallari poochudi varum sundara hemandaratri ennilin maarile vanamalayile mandara malaraku ividam vrindavanamaku. And that takes the classical aspect of Abhi, the light. ദേവരമാഷെ ആരാധകർ കുറെ ഉണ്ട് മനസ്സിലായില്ലേ. ഇപ്പൊ ജോൺസന്റെ ഗുരുനാഥൻ ദേവരമാഷ്. ദേവരമാഷിന്റെ മനസ്സിൽ കാണുന്ന മ്യൂസിക് അതേപോലെ അനുകരിക്കാനോ അല്ലെങ്കിൽ അതേപോലെ ആവർത്തിക്കാനോ പറ്റുന്ന ആളുകൾ കുറവാണ്. അതാണ് അതിൻ്റെ ഒരു ഞാൻ നവദീപിൽ കാണുന്ന ഒരു വ്യത്യാസം. കാരണം ഇപ്പോൾ ചക്രവർത്തിനെ പാടുമ്പോൾ തന്നെ അതിലുണ്ടാവുന്ന വേരിയേഷൻസും സാധനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. അതായത് ആത്മാവ് കണ്ടെത്തുക എന്നല്ല. ദേവരമാഷ് ചില സമയങ്ങള് മ്യൂസിക് ചെയ്യുമ്പോൾ വേർഡ്സിനനുസരിച്ചിട്ട് ആണ് പുള്ളി മ്യൂസിക് ചെയ്യുന്നത്. ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതിന് കിട്ടാൻ പുള്ളി കുറേ ദിവസം എടുത്തു പറഞ്ഞു അരികിൽ എന്നുള്ള ആ മീനിങ് കിട്ടാനായിട്ട് 2 weeks he always say in his book. അതിനുവേണ്ടി എടുത്തത്. അപ്പൊ അരികിൽ അറിയില്ലേ, അരികിൽ തൊട്ടടുത്ത്. അതെ, അത് പാടാൻ അറിയോ? അതിന്റെ ഒന്നാമത് രണ്ടുപേരും കൂടി എന്ന് വെച്ചാൽ അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇത് അതില് അരികിലും വെറുതെ നനച്ച പോലും ഒക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് എപ്പോഴും ഈ നവനീതി ദേവരാജ മാഷ്ട കുണുക്കിനെ പറ്റി സംസാരിക്കും. എന്താ കുണുക്കെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാവും. അതെന്താണ് ദേവരാജ മാഷെന്ന് ഫീൽ ചെയ്തിട്ടുള്ള എന്താണ് ഈ കുണുക്ക്? എങ്ങനെയാണ് ദേവരാജ മ്യൂസിക്കിന്റെ ഒരു ടെക്നിക് ആണല്ലോ അതല്ലേ? അത് പെട്ടെന്ന് ആളുകൾക്ക് പിടികിട്ടാത്തൊരു സാധനം. അതെന്താണ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത്? Thank you for bringing that up. അത് കുണുക്കെന്ന് വെച്ചാൽ at least from my understanding, whatever I've tried to learn from his songs by listening to whatever I could learn. Devaraja Mash, I think, for any composer, not just Devaraja Mash, Johnson Mash, Ilayaraja Sir, Ravindra Mash, they're always the first singer of these songs, right? Like if you look at Nada Brahmatin or Pultingal Kaila or Samuel Dhyana, before Yeshada Sir, Sushila or Jason Sir get the chance to sing it, it's Devaraja Mash who was singing it first, right? So especially Devaraja Mash, I've heard that he was very insistent on making sure that the singer sang exactly like him and replicated what he was trying to get through the composition. So if you listen to any of his compositions, you will notice certain Carnatic brigas like beautifully incorporated. If you listen to Nada Brahmatin Sagaram Nindi Varum or പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം പ്രായം.
so many so many brilliant compositions like Indra Vallari Vallari Ma Pa Ga Ma Pa Pa Pa. Abhi, if you listen to a Carnatic Kriti, you'll see those same nuances. But there's another very rare song by Devaraja Master. It didn't gain much importance. It's Sneha Swarupini Manasil Neevu Mohataranga Mai Vannu Revasasa Trekayelo Manikyum. Every one of his songs, they have like a lot of his novelties here and there, but they don't dilute the song and its melody at all. അതുകൊണ്ടാണ് ഈ ഏറ്റവും പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് പോലും ദയർമാഷത്തും ഗുരുസ്ഥാനത്ത് കാണുന്നത്. മാഷെ അടുത്തെത്താത്തൊരു പോലും മാഷ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഏരിയയിലേക്ക് വരാത്തവർ പോലും മാഷ് ആരാധനയോടുകൂടി കാണുന്നുണ്ട്. ടെക്നിക്ക് എന്നാണ് ഇളയരാജയ്ക്ക് ഭയങ്കര ഫാനാണ് മാഷ്. ഇളയരാജ ജോൺസൺ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന രണ്ടാമത് ജോൺസനാണ് പുള്ളി അംഗീകരിക്കുന്നത്. ദേവരായ മാഷ ശിഷ്യനല്ലേ എന്നാണ്. അതുകൊണ്ടാവും നന്നാവാതിരിക്കില്ല. അത് ജോൺസന്റെ വിളിക്കുന്നതിനേക്കാളും മാഷ ശിഷ്യനാണല്ലോ. അതാണ് ദേവരാജ മാഷ് ഈവൻ ഇൻ സുന്ദരി നിന്തുമ്പു കെട്ടി നിന്തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു Abhiri, you listen to Carnatic, if you listen to any Ragam Tanam Pallavi or any Carnatic piece, you will hear no, that you'll hear those nuances and those bits and pieces, those brigas. But in film songs, you rarely come across, especially in Tumbugittu, which is kind of like a Western-oriented song with the C minor chords and the way they're like kind of the way the guitars and the flutes and the violins all come together. So Devaraja Mash, even I think one of my favorite songs where he uses the kunak, that his own novelty a lot, is Ujjaini le gaika urvashi ennoru malavika shilpigal teertha kalidasande. Those are all straight notes. That one for kalpradimayil malayittu kaldari sasagari pagari sasariga ujjaini le gaika. So many songs like that has a lot of his own individualized variations. അതാണ് മാഷ അനുകരിക്കാൻ പറ്റാത്തത്. മാഷ മ്യൂസിക് പോലെ മാഷ മ്യൂസിക് ഉണ്ടാക്കാം. പക്ഷേ മാഷിന്റെ പോലെ അതിന്റെ ജീവൻ കിട്ടൂല. ആ ജീവൻ കിടക്കുന്നത് ഈ പറഞ്ഞ കുണിക്കലാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു അത് എനിക്കുള്ളൊരു അപ്രീസിയേഷൻ ടു നവനീത്. അത് ഈ ചെറിയ പ്രായത്തിൽ അത് ഒബ്സർവ് ചെയ്തു, അതായത് നിരീക്ഷിച്ച് അതിൻ്റെ എന്തൊക്കെയാണ് മാഷിന്റെ ഗുണങ്ങൾ, മാഷ് ഉപയോഗിക്കുന്ന സൂത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. അതൊരു പാട്ടിനോട് ഒരു ആരാധനയുള്ള ആൾക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അവർക്കത് പറയാൻ പറ്റില്ല. നവനീതിന് പാടാൻ അറിയുന്നതുകൊണ്ട് അത് ശരിക്കും ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മളെല്ലാം പാട്ട് ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഈ പാട്ടിനകത്ത് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. ഞാൻ നവനീതിന്റെ പാട്ട് ഇതിലിപ്പോ ഏറ്റവും വലിയ മിസ് ചെയ്യുന്ന വെച്ചാല് ദേവരാമാഷ ഭൂമിയിൽ ഇല്ലാത്ത കാലത്തായി പോയി എന്നുള്ളതാണ്. മാഷ് ഇവരുടെ മുമ്പിൽ ഇതൊന്ന് പാടി കേൾപ്പിക്കാൻ വെച്ചാല് ഇന്നലെ ഒരിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ് ശരിക്കും. അല്ല, ഇന്നലെ പിന്നെ സംസാരിച്ചു, സ്വർഗത്ത് നിന്ന് ദേവരാജ മാഷും ബാബുക്കൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാലോ എന്ന് പോലും. അല്ല, എന്താ പറയുക, ഒരു സത്യസന്ധമായ ഒരു ആർട്ട് എന്ന് പറയുന്നത് അതൊരു ദൈവാനുഗ്രഹമാണ്. അത് ആക്ടിങ്ങിലായാലും എഴുത്തിലായാലും പാട്ടിലായാലും ചിത്രകലയിലായാലും ഒക്കെ അത് വളരെ കുറച്ച് ആൾക്കാർക്കാണ് അങ്ങനെ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ കിട്ടിയ ഒരു കുട്ടിയാണ് നവനീത്. അത് ഇനിയും മുന്നിൽ കിടക്കില്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ദേവരായ മാഷ് കണ്ടെത്തിയതുപോലെ തന്നെ സംഗതികൾ അതിനേക്കാളപ്പുറത്ത് കാലത്തിനനുസരിച്ച രീതിയിൽ പുതിയ സംഗീതം കണ്ടെത്താനായിട്ട് നവനീതിനും പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ് ആയിട്ടും. കാര്യം അടിത്തറയുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ബേസ് ഉള്ളതാണ്. അപ്പൊ നമുക്കൊക്കെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്നൊക്കെ
റീഡിങ്ങിന്റെ ഒരു അടിത്തറകളുണ്ടാകും. Yeah, ഇപ്പോൾ absolutely. നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ പാച്ചു വരുന്നവർക്ക് അല്ലെങ്കിൽ വരണാവശ്യമുണ്ട്. എൻ്റെ മകൾ മലയാളം മീഡിയത്തിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ ഓഫ്കോഴ്സ് ഡിഗ്രിയും PG ഒക്കെ കഴിപ്പിക്കും അവർ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അവർ കിട്ടി. പക്ഷേ അതുകൊണ്ട് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് ആവുന്നതിനുള്ളിൽ MT വാസുദേവൻ നായരും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും എസ്.കെ. പൊറ്റക്കാരൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു. Yeah. അപ്പോൾ അതൊരു അടിത്തറയാണ്, ബേസ്. അതുകൊണ്ടാണ് അവർക്ക് ഡയലോഗ്സ് എഴുതാൻ പറ്റുന്നത് മലയാളത്തിൻ്റെ. മനസ്സിലായി? അപ്പോൾ അതൊരു ആ It's like ബേസ് command of language. Yeah. അതാണ്. അപ്പോൾ മലയാള ഭാഷയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അടിത്തറ അറിയാതെ കിട്ടും. ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. നമുക്കതിൻ്റെ ഒരു സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. ഇപ്പോൾ നാളെ തൊട്ട് ഞാൻ നല്ല വായനക്കാരാവാം. ഒരാൾക്കും വായിക്കാൻ പറ്റില്ല, ഒരു പേജ് വായിക്കാൻ പറ്റില്ല. ഇപ്പം എഴുതാൻ അത് ഈസിയല്ലേ. ഒരു കത്ത് എഴുതാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. ഒരു ലെറ്റർ ഇംപ്രസ് ചെയ്യാവുന്ന വിധത്തിൽ ഒരു ലെറ്റർ എഴുതാൻ പറ്റില്ല. അതുപോലെയാണ് പാട്ടെന്ന് പറയുന്നത്. നമുക്ക് പാട്ടുകാർ കുറേ ഉണ്ട്, പക്ഷെ നല്ല പാട്ടുകാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. Knowledge is power. Today you are a reader, tomorrow you are a leader. Teach, he was all-time teacher of music. What do you say about that? No, absolutely. I mean, Satyanko had mentioned about the countless musicians that he, on his films, had worked with John Samash and Shyam sir and Ilayaraja sir and Ravindra Mash, and they always credited Devaraja Mash as their and Vidyasagar sir as well, right? I think he worked a lot of his films. And Devaraja Mash, Devaraja Mash as a musician was one thing, but even as a guru, if you listen to a lot of John Samash's compositions, or even Ilayaraja sir's compositions, and you can notice where they really adapted their styles, especially John Samash in his early years, in the 80s and whatnot, if you listen to even Dure Dure Sagaram Sagaram Tedi Pukuvil Punnalam Iranai Niravin Nidalum Tane Telinyaravum Iranai Niravin Nidalum Tane Telinyaravum. And Devaraja Mash has that pattern of Ujje Kal Pradimail, that repeating those different phrases in the same pattern but going down and down. Tane Telinyaravum Dure Dure Sagaram Tedi Pukuvil Punnalam. And even John Samash, when we talk about him, and we talk about Devaraja Mash and how he used Mohanam and Kalyani and so many other ragas in a variety of forms. John Samash used Kalyani or Yaman, as it's known in Hindustani music, in Putalam Varam Kailindi Vasandam Madhumari Sumaraji Katin Tuval Tarugi Kanyavanamilagi Sariga Kadapa Gamarisa Sariga Margari Sagarisani Nini Sani Rimari Pamagariga Sani Sa Yamuna Kalyani. And he used in Ariyadunannu Kadirarna Shilukal Sanida Nirega Pama Pamaga Gagama Pamagari Sa Madapa Nirisanida Danirigama Pagarisa Padime Maranyadinde. And the Putalam, if you listen to the orchestration and like the drum beats and everything, gama gama ga gama gama ga gama gama ga pa aroin manantugi. But Padime is a much more slower melody, right? So he was, and you can see Devaraja Mash's influence in that, going back to your original question.
And Ilayaraja sir's compositions, or even M.J. Chandan sir, if you listen to Mayangi Poi, Yende, Ni Yende, Udayastamana Padagagal Parakkum, Radhavumanil Pukalam, Pushpa, Radhavumanil Pukalam. And even if you listen to Johnson Marsh, going back to his compositions, Devakanyaka Surya Tamburu Mitunu. If you listen to that Devakanyaka, Kungumam Pukum Kunnin Medoru Kunyilam Kili Padunu. Please excuse my Malayalam, but see where Johnson Marsh really learned styles of composition approach, how to incorporate a raga so effortlessly. I mean, you can see Devaraja Marsh's way of teaching in that, and just even speak a little bit more about it to not go too long, but even the way Yeshudas sir sings specific songs under Devaraja Marsh's direction. Yeshudas sir is arguably, if not the best singer that the world has come across, if not one of the best vocalists ever. And in Devaraja Marsh's songs, if you listen to Mangalam Nerunnu Njan Manaswini Mangalam Nerunnu Njan Alinnu Chernadin Sheshamin Jeevane Pirinnu Poningilum Yennum Mangalam Nerunnu Njan. You could almost imagine Devaraja Marsh was singing it himself. Manaswini Mangalam Nerunnu Njan. So I mean, that itself is proof of how brilliant of a musician and the amount of pedagogical skills that he had. And സത്യമായിട്ട് സാധാരണ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണോ പാട്ടിലേക്ക് കിടക്കുന്നത്? സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ അതിൻ്റെ പാട്ടിൻ്റെ സിറ്റുവേഷൻസ് ഉണ്ടാവുള്ളൂ. സിറ്റുവേഷൻസ് പിന്നെ മ്യൂസിക് ഡയറക്ടറെ വിളിച്ചിട്ട് നമുക്ക് നരേറ്റ് ചെയ്യുമ്പോൾ ജോൺസൺ ലാസ്റ്റ് സമയത്തൊക്കെ മ്യൂസിക് ഇട്ടിട്ടാണ് ദൂരെയൊക്കെ മ്യൂസിക് ഇട്ടിട്ട് ചെയ്തതാണ്. മ്യൂസിക് ഇട്ടിട്ട് കൈതപ്പുറം അത് എന്നെ കൊണ്ട് എഴുതിയതാണ്. അതുപോലെ ചിലത് എഴുതി ട്യൂൺ ചെയ്തതാണ്. വെള്ളാരപ്പൂമലമാരൊക്കെ എഴുതി ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. ഏതാണ് നല്ലത്? അല്ല, ലിറിക്കലി പലപ്പോഴും ചിലപ്പോൾ എഴുതി ട്യൂൺ ചെയ്തത് ഗുണം ചെയ്യുമെങ്കിലും മ്യൂസിക്കിൽ വേരിയേഷൻസ് ഉണ്ടാവും. വേറെ പുതിയ ഒരു മ്യൂസിക് മാത്രം ഇടുകയാണെങ്കിൽ ആ മ്യൂസിക്കിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആൾക്ക് അതും ഈസിയാണ്. ഇപ്പോൾ ദേവരാജ മാഷ് അല്ലെങ്കിൽ അർജുന മാഷ്, ദക്ഷിണാമൂർത്തിയൊക്കെ വരികൾ വെച്ചിട്ടാണ് പാട്ടുണ്ടാക്കുന്നത്. ഇത് മറ്റൊരു കലയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിനക്കര എന്നുള്ള സിനിമയുടെ കമ്പോസിങ്ങിന് വന്നപ്പോൾ ഇളയരാജ സാധാരണ പ്രസാദ് സ്റ്റുഡിയോയിൽ പുള്ളിയുടെ കമ്പോസിംഗ് റൂമിൽ ഇരുന്നിട്ട് മാത്രമാണ് ചെയ്യാറുള്ളത്. നിലത്ത് കിടക്കി ബെഡൊക്കെ ഇട്ടിട്ട് അതിൽ ഇരുന്നിട്ടാണ് പുള്ളിയുടെ കമ്പോസിങ്. ചെയറൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ദിവസം എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് തീർന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മദ്രാസിൽ പോകാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് കേരളത്തിലേക്ക് വരാൻ. അപ്പോൾ പുള്ളി വെച്ച് ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ചോദിച്ചു. ഞാൻ ക്ലൈമറ്റ് കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് കമ്പോസിങ്ങിന് വന്നു. ഞാനൊരു മ്യൂസിക് ജനിക്കുന്നത് കാണുന്നതിനെ പറ്റി പറയുകയാണ്. അപ്പം നമുക്ക് അതിനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ മ്യൂസിക് എങ്ങനെയാണ് അവർ ഉള്ളിൽ കയറി വരുന്നത്. അപ്പോൾ ഞാൻ ഇളയരാജ സാർ വന്നു. ഞാൻ പറഞ്ഞു നാളെ തൊട്ട് നമുക്ക് കമ്പോസ് ചെയ്താൽ മതി. ഇന്ന് നമുക്ക് വെറുതെ ഞാനൊരു ഹൗസ് ബോട്ടൊക്കെ ഹയർ ചെയ്തു. എന്നിട്ട് ആലപ്പുഴ ബാക്ക് പാർട്ടീസിൽ കൂടെ ഞാനും ഇളയരാജ സാറും ഇളയരാജ സാറിൻ്റെ അസിസ്റ്റൻ്റ് അന്നൊരു സുന്ദരരാജൻ എന്നവരാണ്. അയാൾ കൂടിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് ചുമ്മാ ഇങ്ങനെ ബോട്ട് ഓടിച്ചു പോയി. അപ്പോൾ പുള്ളി ഇങ്ങനെ വെള്ളം കണ്ടിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഈ കേരളത്തിലെങ്ങനെ അപ്പോൾ എന്തായാലും കാർത്തിക്കിനെയൊക്കെ വിളിച്ചിട്ട് നീ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോവാം, നമുക്ക് ഇതുപോലെ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ആ ബോട്ടിലിരുന്ന് പുള്ളിക്ക് കഥ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി സിറ്റുവേഷൻസ് കൊടുത്തു. ഞാൻ നാളെ ചെയ്താൽ മതി മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഓക്കെ. പുള്ളി ഇങ്ങനെ കായലിലേക്ക് ഇങ്ങനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് സുന്ദരൻ ഹാർമോണിയം കുറിച്ച് കൊഞ്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലായി നാളെ ചെയ്താൽ ഇന്ന് സ്ട്രെസ് അയലല്ല ചുമ്മാ എന്നിട്ട് പുള്ളി ഹാർമോണിയം വെച്ചിട്ട് അവിടെ മൂളാൻ തുടങ്ങി. അതാണ് മെല്ലെ ഒന്ന് പാടി തന്നെ ഞാൻ ഉണർത്തിയോ വരെ മ്യൂസിക്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല രസമുണ്ട് കേൾക്കാന്ന് പറഞ്ഞു. പുള്ളി സിറ്റുവേഷൻ നോക്കിയിട്ടൊന്നുമില്ല, പുള്ളിയുടെ മനസ്സിൽ വന്നൊരു മ്യൂസിക്കാണ്. അപ്പോൾ സുന്ദരരാജൻ അത് നോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ലാലാന്ന് ഞാൻ ചാർണത്തിലേക്ക് പോവാണ്, ഫുൾ ചാർട്ട്. ആ റൗണ്ട് അടിച്ച് വരുന്നതിനുള്ളിൽ ആ പാട്ട് കമ്പോസിങ് കഴിയും. അപ്പോൾ നമുക്കൊരു മ്യൂസിക്, ഒരു മ്യൂസിക് ഡയറക്ടർ മനസ്സിൽ ജനിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. അതേസമയം രവീന്ദ്രനിലേക്ക് അടുത്തടുക്കുന്ന പഴയൊരു സമയത്ത് എൻ്റെ ചെയ്യുന്ന സമയത്ത് ഒരു മ്യൂസിക് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് പാട്ട് എഴുതുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ കുട്ടനാടൻ കുഞ്ചയിലെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പാട്ടാക്കിയാലോ. ഞാൻ പറഞ്ഞു, കുട്ടനാടൻ കുഞ്ചയിലെ ദേവരായ മാഷയാണ്. കുട്ടനാടൻ കുഞ്ചയിലെ വഞ്ചിപ്പാട്ടാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല നമുക്കതിനെ ഒരു വേറൊരു സൂത്രം കാണിക്കാം, നമുക്കത് ബ്രേക്ക് ചെയ്യാം. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണ് കുയിലാളെ, അതാണ് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും തമ്മിൽ ചേരും നിമിഷം ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ ആളുകള് മ്യൂസിക് എടുക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര പിന്നെ ഇപ്പൊ ജോൺസൺ ചില സമയത്ത് 1-2 ദിവസം ചിലപ്പോൾ പാട്ടെടുക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കുഞ്ഞിമണി ചെപ്പ് എന്നുള്ള പാട്ട്, മനസ്സിലായില്ല. അപ്പൊ അതായത് ഞാൻ വളരെ മറ്റേ ഉപയോഗിക്കുന്ന ലിറിക്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി മദ്രാസിൽ വന്നിട്ട് ജോൺസൺ എൻ്റെ മുറിയിലാക്കിയിട്ട് വൈകുന്നേരം വന്ന് കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. ജോൺസൺ വീട്ടിലേക്ക് പോയിട്ടില്ല, ഞാനത് കുടിക്കട്ടെ എന്ന് ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ജോൺസൺ ഹാർമോണിയം വെച്ചിട്ട് എൻ്റെ ബെഡിൽ ഇരുന്നിട്ട് പാടുന്നത് ഞാൻ കേൾക്കാൻ ഈ ട്യൂൺ. അപ്പോൾ ഞാൻ തോർത്താതെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു, ഈ ട്യൂൺ മതി എന്ന് പറഞ്ഞു. അതാണ് കുഞ്ഞിമണി ചെപ്പ് പറഞ്ഞിരുന്നത്. അതൊരു ഫോക്ക് സാധനമായിട്ട് കിടക്കട്ടെ. അതറിയോ, ഓർമ്മയുണ്ട്? അത് എന്താ ഇങ്ങനെ പോലെ കുഞ്ഞിമണി ചെപ്പു തുറന്നു നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെന്നു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂടും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോയി. കുഞ്ഞിമണി ചെപ്പു തുറന്നു നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെന്നു പോയി. അതിലൊരു ഫോക്ക് സാധനമുണ്ട്. ആ തട്ടാന്റെ ഒരു ഗ്രാമം അതിൽ ഫീൽ ചെയ്യാണ്. അതൊക്കെയാണ് നമുക്ക് പലപ്പോഴും. ഇത് ശരിക്കും പറഞ്ഞാൽ അത് എഴുതിയതിന്റെ ഒരു കാര്യം, ഞാനത് പലപ്പോഴും എഴുതിയിട്ട് വയ്ക്കലാണ്. ഈ ONV കുറുപ്പ് സാറ് ആദ്യം എഴുതി കൊണ്ടുവന്നത് ഒരു ഡാൻസിനുള്ള പാട്ടായിരുന്നു. അപ്പൊ ആ പാട്ട് ലിറിക്കലി ഓക്കെയാണ്. പക്ഷെ ഞാൻ അതിനേക്കാളും സിമ്പിൾ വേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. സാറ് ചോദിച്ചു ഏത് ടൈപ്പ് പാട്ടാണ് സാർ സത്യം ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറിന്റെ തന്നെ ലിറിക്സ് എഴുതിയിട്ടുണ്ടല്ലോ, പൊന്നരിവാളമ്പള്ളിയിൽ കണ്ടറിയുന്നോട്. ആ ഒരു മീറ്റർ, ആ ഒരു ഭാഷയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ എഴുതി കൊണ്ടുവന്നപ്പോൾ അത്ഭുതമാണ്. കാര്യം കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം പൊന്നരിവാളമ്പള്ളിയിൽ കണ്ടറിയുന്നോട് സെയിം മീറ്ററാണ്. അത് ഈ പാട്ട് ആറ്റുകൊണ്ടുള്ള പാടാം, ഇതിനെ പാടാം. അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ, പൊന്നരിവാളമ്പള്ളിയിൽ കണ്ടറിയുന്നോട് ആ മരത്തിൽ പോകുന്ന വാഴ, ആ ഒരു പാറ്റേൺ ഉള്ള പാട്ട് എനിക്ക് വേണം. പ്രതിഭാശാലികൾക്ക് അത് ബുദ്ധിമുട്ടില്ല. ഞാനൊക്കെ പാട്ട് എഴുതണമെങ്കിൽ ഒരു മാസം ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ പാട്ട് എന്നാലും വരും തോന്നില്ല. പുള്ളി അന്ന് രാത്രി എഴുതാണ്. ചില സാധനങ്ങളൊക്കെ വണ്ട് എഴുതാണല്ലോ. അപ്പൊ നമുക്ക് മറ്റേ പി ഭാസ്കറിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഈ ഉഷാഖന്റെ മ്യൂസിക് ചെയ്ത മൂടൽമഞ്ഞിന്റെ കമ്പോസിംഗ് അതന്നെ. അത് പുള്ളി ഡയറക്ടറും കൂടി ആയതുകൊണ്ട് ഷൂട്ടിംഗ് നടക്കുന്നതിന്റെ ഇടയിലാണ് പോയത്. നാളെ പുള്ളിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് ബോംബെ പോകുന്നു. ബോംബെ പോയിട്ട് വൈകുന്നേരം ഉഷാഖന്നെ കാസറ്റില് പാട്ട് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നു. രാത്രി റൂമിലിരുന്നിട്ട് നേരം കൊടുക്കുന്നതിനുള്ളിൽ 5 പാട്ട് എഴുതാണ് ഒരു രാത്രി. അതാണ് നീ മധുപകരു ഉണ്ണരു, അതൊക്കെ അതിൽ അങ്ങനെ എഴുതുന്നതാണ്. അപ്പൊ അതൊക്കെ ടാലന്റഡ് ആയുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് വരുന്നതാണ് എഴുത്ത് സാധനങ്ങളൊക്കെ. കായലരികത്ത് വലിയറിഞ്ഞപ്പോ വഴകലിക്ക് സുന്ദരി എന്നുള്ള പാട്ട് സാർ എങ്ങനെയാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ഭാസ്കരമാഷത്ത് പുള്ളി തിരിച്ചിട്ട് പറഞ്ഞു, ഞാനതിൽ 10 മിനിറ്റ് കൊണ്ട് എഴുതുകയാണ്. എന്നുവെച്ചാൽ എഴുതാൻ തുടങ്ങിയപ്പോൾ വഴികളിങ്ങനെ ഒഴുകി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇത്രയ്ക്ക് ലെങ്ത് വേണ്ടല്ലോ എന്ന്. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അത് കഷ്ടമായി. അല്ലെങ്കിൽ കുറെ കൂടി ലൈൻസ് നമുക്ക് കിട്ടിയത്. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം
ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. താരകേ രണ്ട് താരങ്ങളുടെ ഇടയിൽ ഞാൻ പെട്ടുപോയി. പക്ഷേ ഇതൊരു ജീവിതത്തിലെ ധന്യമുഹൂർത്തങ്ങൾ എന്ന് പറയും. ഈ രണ്ട് ധന്യമുഹൂർത്തങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ആദ്യമായി അമ്പിളിച്ചേട്ടൻ്റെ കൂടെയും തിലകൻ ചേട്ടനും കൂടെ മൂന്നാം പക്കത്തിൽ ഷൂട്ടിൽ അഭിനയിക്കുക നടക്കുമ്പോൾ പറ്റും. അതുപോലെ നവനീത്ജി അരിസോണയിൽ നിന്ന് ഇവിടെ എത്തി അന്തിക്കാട് വന്നു. രണ്ടുപേരും ഒരു കൊച്ചു പ്രതിഭയും മഹാപ്രതിഭയുമായുള്ള സംഗമം. ഇതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? എനർജി, സിനർജി, പോസിറ്റിവിറ്റി, പാഷൻ, happiness. God bless you all. Hari Nambudiri signing off for Global Indian News and Happiness Magic by Hari.